നീ എപ്പോ നോക്കിയാലും കിടത്തേ ഉള്ളൂ. എന്നാ 24 മണിക്കൂർ കിടക്കുകയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ, സൈക്കിൾ എടുക്ക്. സൈക്കിൾ എടുത്തിട്ടേ സൈക്കിൾ എടുത്തിട്ട് അതിൽ 2 പലക വെച്ച് കെട്ടിയിട്ട് അതിൽ കിടക്ക്. എന്നിട്ട് റംസൂനോട് ഓടിക്കാൻ പറ. ഡാ നീ അതാ സൈക്കിളിൽ കിടക്കണ പോയിട്ട് എന്നിട്ട് റംസൂനോട് ഓടിക്കാൻ പറ. ഡാ അങ്ങനെ ചെയ്യടാ കുഞ്ഞോനെ. കുഞ്ഞോനെ, ഇലക്ഷൻ വല്ല അറിഞ്ഞാ? നീ ഏത് ചാനലാ കാണുന്നത്? പിന്നെ മനോരമ ചാനലാണോ കാണുന്നത്? അല്ല, നീ BJP അയച്ചത് കാണണമെങ്കിൽ ജനൻ TV കാണണ്ട. BJP അയക്കണ കാണണമെങ്കിൽ ജനൻ TV ആണ്. LDF അയക്കണമെങ്കിൽ കൈരളി ചാനൽ ആണ്. ഏതെങ്കിലും എടാ, നിനക്ക് വേറെ വല്ല ജോലി ഉണ്ടെങ്കിൽ ആ പുസ്തകം വെച്ച് പഠിക്കാൻ നോക്കടാ. നിന്റെ ഭാവി കാര്യം വല്ല നോക്കടാ. എടാ, നീ ജയിക്കണം എന്നുണ്ടെങ്കിൽ നീ വല്ല പുസ്തകം എടുത്ത് വെച്ച് പഠിക്കാൻ നോക്കൂ. പുസ്തകം എടുത്ത് വെച്ച് പഠിച്ചാലേടാ നീ ജയിക്കത്തുള്ളൂ, നിന്റെ ജീവിതത്തിൽ ജയിക്കത്തുള്ളൂ. പറഞ്ഞേ മനസ്സിലായ? പറഞ്ഞ ഇലക്ഷൻ വല്ല അറിഞ്ഞ? പാർട്ടി വല്ലതും ജയിച്ച? ഏത് പാർട്ടിയാ ജയിക്കുന്നത്? അപ്പൊ എല്ലാ ചാനലും ആണോ? എല്ലാ ചാനലും കാണുന്നുണ്ട നീ? നീ ഒരു കാര്യം ചെയ്യ, ആ TV വല്ലതും ഓഫാക്കിയിട്ട് നിന്റെ ജീവിതം വല്ലതും ആഹാരം വല്ലതും കഴിക്കണത് വെക്കാൻ നോക്ക് പെണ്ണേ. അതുള്ള ഒരു പ്രയോജനം. ഏത് ജയിച്ചാൽ നമ്മക്ക് എന്താ, ഗ്യാസിന് സിലിണ്ടറിനൊക്കെ വില കൂടി. ഏത് ജയിച്ചിട്ടാ എന്താ നമ്മക്ക് കാര്യം? സിലിണ്ടറിന് അതി വില കൂടി. നിനക്ക് ഭക്ഷണം വല്ലതും കഴിക്കണമെങ്കിലേ ആ TV ഓഫാക്കിയിട്ട് വല്ല ആഹാരം ഉണ്ടാക്കാൻ നോക്കടി. വേറെ ജോലിയില്ലേ നിനക്കൊന്നും? നിനക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ, നിന്റെ കെട്ടിയോ ജയിക്കണം എന്നുണ്ടെങ്കിലേ ആ പണിക്ക് പോകാൻ പറ, TV ഓഫാക്കിയിട്ട്. പോയാ? ആ മോന്റെ കാര്യം അള്ളാഹു ആ മോന്റെ റംസൂനൊരു ജമാലുവിനൊരു കാര്യം വന്നില്ലേ? ജമാലു എന്തിയേ? ജമാലുവിനൊരു കാര്യം വന്നില്ലേ അവിടെ കിളവന്റെ അടുത്ത് പോയപ്പോഴേ? അപ്പൊ അതും കൂടി പോയപ്പോ പടച്ചോന് ഒരു തിരുനോട്ടം വെച്ചതാ അത്. അതുമാതിരി ആ ഡിസ്ചാർജ് ചെയ്ത പേപ്പർ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുപോയി കൊടുത്താ ഗ്യാസും കിട്ടൂട്ടാ. ആ ഡിസ്ചാർജ് ആയ പേപ്പർ മേടിച്ചു കൊടുത്തായ ഇവിടെ ഗ്യാസ് കിട്ടൂന്നേ. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാരും കൂടി ആ ഗ്യാസ് തുറന്നിട്ടിട്ട് നിങ്ങൾ അതിന്റെ നേരെ ഇരുന്നു, അപ്പൊ ശരിക്ക് ഗ്യാസ് തന്നോളൂ. അവിടെ വലിയ ചരുവുണ്ട്, ആ ചരുവത്തിൽ എല്ലാരും കൂടി ഇരിക്കുന്നേ. അപ്പോളേ ഗ്യാസ് പോയി. എല്ലാവർക്കും ഗ്യാസ് ഇടക്ക് പോണില്ലേ? അതെ. അപ്പൊ ഒരു കാര്യം ചെയ്യ, അതാ നല്ലത്. അപ്പൊ അതാണ് നല്ലട്ടാ. അത്ത വന്ന അത്താക്ക് കഞ്ഞിയൊക്കെ കൊടുത്തേ. അതാ ഞാൻ TV ഓഫാക്കിയത്. അല്ല, മൊബൈൽ ഓഫാക്കിയത്. അത്ത ജയിക്കണം എന്നുണ്ടെങ്കിൽ അത്താടെ പണിക്ക് പോണ്ടായ അത്ത ഇവിടെ നോക്കി മൊബൈല് വാർത്തയും കേട്ടുകൊണ്ടിരുന്നാല് അണ്ണാക്കി വല്ലതും പോകുമോ? ഞാൻ പിന്നെ ബാണം കയറ്റുകയും ചെയ്യും. പിന്നെ ഒരു അന്ന് കഞ്ഞി കുടിച്ച് ചോറ് പൊതിഞ്ഞും കൊടുത്ത്. ചോറ് പൊതിഞ്ഞു കൊടുത്ത് അപ്പൊ ചോറ് പൊതിഞ്ഞും കൊടുത്ത്. ചെമ്മീൻ കറി ഉണ്ടായിരുന്നു, ഇന്നലത്തെ ചെമ്മീൻ കറി ഉണ്ടായിരുന്നു. അപ്പൊ അതും വെച്ച് ഇച്ചിരി അച്ചാറും വെച്ച് ഇല എടുത്ത് ചോറ് പൊതിഞ്ഞാണ്ട് കൊടുത്ത്. വന്നിട്ട് കഞ്ഞിയും കുടിച്ച്. അപ്പൊ കുഴപ്പമില്ല. എന്നപ്പോ ഇനിയിപ്പോ ഇതൊക്കെ കഴിഞ്ഞാൽ സാരമില്ലല്ലോ. ഇനിയിപ്പോ എനിക്ക് ഇനി കുറച്ച് ചെമ്മീൻ ഇരിപ്പുണ്ട്. ഇന്നലെ മേടിച്ചതിന്റെ ബാക്കി ചെമ്മീൻ ഇരിപ്പുണ്ടായി. അപ്പൊ അത് നന്നാക്കണം. കുറച്ചു നേരം ഇവിടെ ഇരിക്കും. എന്നിട്ട് എന്തിയെ ജമാലു എന്തിയേ? അച്ചുവാ
ആ ആ ജിയാസ് വയനാട്ടിൽ പോയേക്കണ്. അവിടെ എന്തോ ടച്ച് ചെയ്യാനെന്തോ. റിയാസിനെ വിളിച്ച നിങ്ങ റിയാസിനെ മെസ്സേജ് ഇതുവരെ ഇട്ടില്ല. അവരെന്തോ പറയാനോ ചോദിക്കാനോ എന്തിനാ കണ്ടൊക്കെയാണോ. ആ ചമ്മുവിനോട് ഷീജായെ വിളിക്കാൻ പറ. ഷീജ എന്തുവാ പറഞ്ഞ വാക്ക് പാലിക്കാത്തവള്. പറഞ്ഞ വാക്ക് പാലിക്കില്ലേ. ആഹാ എന്നാ അവളോട് വാക്ക് പാലിക്കാതെ ഇവിടെ ഇപ്പൊ എലക്ഷൻ നിൽക്കാൻ പറയാറുന്നില്ല. അവക്ക് വാക്ക് പാലിക്കാത്തവളൊക്കെ എലക്ഷൻ നിൽക്കട്ടെ. വല്ല പാർട്ടിയിൽ നിന്ന് ജയിക്കുമെങ്കിൽ ഒരു രക്ഷപ്പെട്ട് പോയേനവളൊക്കെ. കറിയൊക്കെ എന്തായി? കറി കിട്ടിയാ?